വെള്ളിയാഴ്ച മോന് എക്സാമാണ് +2-ൻ്റെ. അപ്പം 21-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ പോകുന്നതാണ്. നാളെ എക്സാം അല്ലേ. അപ്പോൾ അതിന് മുമ്പൊന്ന് തൊഴുതിട്ട് വരാം. ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് യാത്രയായത് ഞാനും മോനും കൂടെ. ഞങ്ങൾ എന്നിട്ട് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പം അവൻ സ്കൂട്ടറിൻ്റെ പുറകിൽ ഞാനിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മേക്കപ്പൊക്കെ ചെയ്ത് അമ്മേനെ കാണാൻ പോവുമല്ലേ. അമ്മേനെ കാണാൻ പോകുമ്പോൾ അമ്മയുടെ മകൾ സുന്ദരിയായിട്ട് ചെല്ലുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ. അതുകൊണ്ട് തലമുടിയൊക്കെ ചീവി കെട്ടി നല്ല സുന്ദരിയായിട്ട് അങ്ങ് ചെന്നേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് യാത്രയായതാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. അത് തന്നെയല്ലേ ഞങ്ങളുടെ അമ്പലം, ആ ഭഗവതി ക്ഷേത്രം നല്ല ശാന്തമാണ്, നല്ല രസം അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. എന്തോരം നേരം ഇരുന്നാലും നമുക്ക് സമയം പോണത് അറിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഒരു 6:30 ഒക്കെ സമയമായുള്ളൂ കേട്ടോ ഇപ്പം. അപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേനും എന്നും രാവിലെ അവിടെ നിന്നുള്ള ഈ കൗസല്യ സുപ്രഭാതം ഇല്ലേ, സുപ്രഭാതം അത് കേൾക്കാം. അത്രയ്ക്ക് അടുത്താണ്. പക്ഷേ റോഡിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, മെയിൻ റോഡിൽ കൂടെ കറങ്ങി അടിച്ച് പോകണം. അപ്പോൾ അവൻ്റെ പുറകിൽ കയറിയിരുന്ന് ഞങ്ങൾ പോകുന്ന ഭാഗമായത്. ഞങ്ങൾ പോകുന്ന വഴി ഞാൻ കുറച്ചൊക്കെ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വണ്ടിയിലിരുന്നൊന്നും വീഡിയോ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. വീഡിയോ എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. പുറകിലിരുന്ന് ഞാൻ വീഡിയോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞാൽ പാടം, നമ്മൾ കൃഷി ചെയ്യുന്ന പാടമൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കിട്ടുമോ ഞാൻ നോക്കട്ടെ കേട്ടോ. കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനകത്തിട്ട് കാണിച്ചു തരാം. പിന്നെ അവിടെ 9 മണി വരെ 9:30 വരെയൊക്കെ ഉള്ളൂ. അപ്പോഴത്തേനും അവിടെ നട അടയ്ക്കും. ആ തിരുമേനി വേറൊരു അമ്പലത്തിലും പൂജയ്ക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് ചെല്ലണം. അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ അങ്ങ് പുറപ്പെട്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് കാപ്പി കുടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് പോവുകയത്. അപ്പോൾ പോകുന്ന വഴി കൂടെയുള്ള റോഡാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ടടുത്തുണ്ട് PJ ജോസഫിൻ്റെ വീട്, ഇവിടെ അടുത്താണ്. ഞങ്ങളങ്ങനെ മുൻ MLA ഇപ്പോഴത്തെ MLA ആണ്, മുൻ മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന PJ ജോസഫ്. ഇത് അമ്പലക്കുളമാട്ടോ. അമ്പലക്കുളത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമായി അമ്പലത്തിൽ പോയിരുന്നു. നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഈ മരത്തെ നിറച്ച് തത്തകളായിരുന്നു, കാണാവോ നിങ്ങൾക്ക്? തത്തകളുണ്ടായിരുന്നു. കുറച്ചൊക്കെ പറന്നു പോയിട്ട് 2-3 ഇരിപ്പുണ്ട്. പിന്നെ ശബരിമലയ്ക്ക് പോകണവർക്ക് ഈ മാലയൊക്കെ ഊരിയിടുന്നത് ഈ മരത്തേലാണ് ഊരിയിടുന്നത്. കുറേ കൊക്കുകൾ അപ്പുറത്തെ മരത്തേലും ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാ ഉപപ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ. രക്ഷസ്, യോഗീശ്വരൻ, നാഗങ്ങൾ ഒക്കെയുണ്ട്. ഒരുമാതിരി വലിയ അമ്പലം. ഇവിടെ കല്യാണമൊക്കെ നടത്തുന്ന അമ്പലം, നല്ലൊരു ഓഡിറ്റോറിയം ഒക്കെയുള്ള അമ്പലം കേട്ടോ ഇത്. അങ്ങനെ ഈ അമ്പലം ഒന്ന് ചുറ്റി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്പലം. ഈ അമ്പലത്തിൽ നല്ല രസമാണ്. ഇവിടെ വന്നാലും ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം. നല്ലൊരു അമ്പലം, ശാന്തമായ ഒരു അമ്പലമാണ്. ആരുമില്ല, തിരക്കൊന്നുമില്ല, നമുക്ക് എന്തോരം നേരം വേണേലും ഇവിടെ ഇരിക്കാം. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പുറത്ത് ഒരു കണ്ഠകർണൻ്റെ പ്രതിഷ്ഠയുണ്ട്, അവിടെ ഒന്ന് തൊഴുതു. പിന്നെ ഇച്ചിരിയോടെ ഇങ്ങ് മാറുമ്പോൾ ഒരു ആൽമരമുണ്ട്, ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു പോവുക. ഇവിടെ ഈ പിള്ളേർ കളിക്കുന്നതൊക്കെ സ്ഥലമാണ്. അവിടെ പോയി അവിടെ ഇരിക്കാമെന്ന് ഓർത്തു നിന്നപ്പോൾ അവിടെ അപ്പിടി പൊടി, അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം അവിടുന്ന് പൊടിയെല്ലാം തെറിച്ചേക്കണോണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം പോയി അവിടെ പോയി കുറേ നേരം ഇരിക്കുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു ജംഗ്ഷനിൽ വന്നു. അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ മതി നമ്മുടെ വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാനും അവനും കൂടെ തിരിച്ചു പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ പാടം. അത് കാണിച്ചു തരാമെന്ന് ഓർത്ത് അതിൽ പോയതാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും ഒരു ലോറി വന്ന് കണ്ടപ്പോൾ വീഡിയോ എല്ലാം മാറിപ്പോയി. ഞങ്ങളുടെ കണ്ടമാണ് കാണുന്നത് കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എങ്കിലും പിന്നെ ഞങ്ങൾ വീടെത്താറായി തുടങ്ങി. അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റും കൊണ്ട് ഞങ്ങളുടെ വീടെത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും